സോ ഗൈസ്, ഇന്ന് എണിച്ച തൊട്ട് യാതൊരു മൂഡും ഇല്ലായിരുന്നു. അതിന് കാരണം തന്നെ ഇന്ന് തിരിച്ച് ഹോസ്റ്റലിൽ പോകണമെന്ന് ആലോചിച്ചിട്ടാണ്. 2 ആഴ്ച ലീവ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ചെറിയൊരു പ്രീ പീരീഡ് കഴിഞ്ഞു പോകും പോലെയാണ് പോയത്. അതുകൊണ്ട് തന്നെ രാവിലെ എണിച്ചുള്ള തുണിയെല്ലാം ബാഗിൻ്റെ അകത്തും പാക്ക് ചെയ്ത് ഇന്നിട്ടുള്ള ഷർട്ടും പാൻറ്റ് ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ കുളിച്ചിട്ട് വന്നിട്ട് ഇട്ട തുണി എടുത്ത് വെച്ച തുണിയായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. പിന്നെ കണ്ണിക്കേണ്ട ബന്യനും എടുത്തിട്ട് കുറച്ച് നേരം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മെയിൻ ആയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ സത്യം മനസ്സിലാക്കണം, 12:30 ട്രെയിനിൽ ഞാൻ 12 മണിക്ക് വീട്ടിലേക്കണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറോരും കഴിക്കാതെ ബാഗ് എടുത്ത് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ എത്താൻ പറ്റും. അവിടെ പോയി ടിക്കറ്റ് എടുത്ത് ഒരു 10-15 മിനിറ്റ് കാത്തുന്നപ്പോഴത്തേക്ക് ട്രെയിനും വന്നു. ഈ ട്രെയിൻ കയറി 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവനെയും കൂടെ കിട്ടി. ഇനി ഞങ്ങൾക്ക് 2 കൂടെ തമ്പാനൂർ പോകണം. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറി മാത്രമേ ചെന്നൈ പോകാൻ പറ്റൂ. അവിടെ നിന്ന് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അവിടുത്തെ ക്യൂ അറിയാന്നുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആപ്പിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ തമ്പാനൂർ എത്തിയിട്ട് ആപ്പിൽ നിന്ന് ടിക്കറ്റ് എടുക്കണ കാര്യം നടന്നിട്ടേ ഇല്ല. ഇതൊന്നും നടക്കൂലെന്ന് അറിയാന്നുള്ളതുകൊണ്ട് തന്നെ നേരെ പോയി ക്യൂവിൽ നിന്ന് കുറച്ച് നേരം ക്യൂവിൽ നിന്ന് കാലി അടിച്ചപ്പോഴേ ചുമ്മാ ആപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം ആപ്പിൽ നിന്ന് കിട്ടി. ഇപ്പോൾ വന്നൊന്ന് പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് ഒരു നല്ല രീതിയിൽ പണിയേരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവിടെ കഴിഞ്ഞ് അടുത്ത ട്രെയിനിൽ കയറാൻ വന്നപ്പോഴാണ് നല്ല രീതിയിൽ വിശപ്പിടിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്തുള്ള കടയിൽ കയറി 2 കുപ്പി വെള്ളവും വെച്ച് വെള്ളം കുടിച്ച് വയറുപിക്കുക പ്ലാനില്ല ട്രെയിനിൻ്റെ അകത്ത് കയറിയത്. എന്നാൽ കൊല്ലത്തെത്തിയപ്പോൾ നല്ല രീതിയിൽ വിശപ്പടിച്ചു തുടങ്ങി. പിന്നെ കൊല്ലത്തുനിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചു ഒരു വടയുടെ വില വെച്ചതാ. 3 വാഴയ്ക്കപ്പത്തിന് 50 രൂപ എന്ന് പറഞ്ഞപ്പോഴേ പകുതി വയറങ്ങ് നിറഞ്ഞു. 50 രൂപ എടുത്താൽ വാഴയ്ക്കപ്പം വാങ്ങിച്ചപ്പോഴേ വയറ് ഫുള്ളായിട്ടൊക്കെ നിറഞ്ഞു. പിന്നെ ഒരു വാഴയ്ക്കപ്പം കഴിച്ചിട്ട് രണ്ടാമത്തെ കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ വരണുണ്ടായി. പൈസ കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ കളയാനും പറ്റില്ല, കഴിക്കാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കുറച്ച് നേരം കയ്യിൽ വെച്ചിട്ട് കളയണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച് ആ ട്രെയിനിൻ്റെ സൈഡിൽ തന്നെ വെച്ചിരുന്നത്. അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ കോട്ടയത്തെത്തി ഒരു കോഫി പറഞ്ഞത്. കോഫിയിൽ മധുരം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ചൂടുവെള്ളം കുടിച്ചൊരു ഫീൽ ഉണ്ടായിരുന്നു. കുടിച്ചതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അത് 2-3 മണിക്കൂർ നന്നായിട്ട് ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. ഉറങ്ങി ഇടിച്ചപ്പോഴത്തേക്കാണെങ്കിൽ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കഴിക്കാന്നുള്ള പ്ലാനായി. ഇത് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോഴേ ആലോചിച്ചു ഇനി ഇതേപോലത്തെ ചോറൊക്കെ ഇനി എത്ര മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയി കഴിക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ. അതുകൊണ്ട് തന്നെ ആ ചോറ് മുഴുവനായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ 2 നല്ല രീതിയിൽ കയറി കിടന്നങ്ങ് ഉറങ്ങി. ജനറൽ ആയാലും ഞങ്ങൾക്ക് 2 കിടക്കാനുള്ള സീറ്റൊക്കെ കിട്ടിയായിരുന്നു. നല്ല രീതിയിൽ ഉറങ്ങി ഇടിച്ചതിന് ശേഷം നേരം വെളുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഇന്ന് ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയോണ്ട് തന്നെ ഇന്ന് ക്ലാസ്സിൽ ലീവ് എടുക്കാതെ പോകും. അതുകൊണ്ട് തന്നെ ഒട്ടും ടൈമുകളായത് നേരെ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തിരുന്നു. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി. ഇനി ഇവിടുന്ന് 5-6 മിനിറ്റ് വേണം ഞങ്ങൾക്ക് റൂം വരെ നടന്നത്. അങ്ങനെ 7:40 ആയപ്പോൾ ഞങ്ങൾ റൂം എത്തിയിട്ടുണ്ട്. ഇനി ക്ലാസ്സിൽ പോകുള്ളതുകൊണ്ട് തന്നെ ബാക്കി പിന്നെ